നല്ല കാര്യമാണ്. ജാമ്യം കിട്ടിയത് നല്ല കാര്യമില്ലേ? ജാമ്യം കിട്ടിയാൽ എന്ത് കിട്ടിയാലും ജയിക്കില്ല. സുരേഷ് ഗോപി നല്ല ആളാണ്. സുരേഷ് ഗോപി ഈ പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോരുത്തർ കയറി പലരും പലതും പറയും. അപ്പോൾ സുരേഷ് ഗോപി ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അത് എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് കേസാവില്ല അത്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണല്ലോ മാധ്യമപ്രവർത്തകരെ സ്പർശിച്ച വിഷയത്തിൽ. അപ്പോൾ ചേട്ടൻ എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച്? നല്ല കാര്യമാണ്. ജാമ്യം കിട്ടിയത് നല്ല കാര്യമില്ലേ? അടുത്ത ഇവിടെ തൃശ്ശൂർ MP ഉള്ള ആളല്ലേ ജാമ്യം കിട്ടിയത്. ആ മാധ്യമപ്രവർത്തകരുടെ ആരോപണത്തിൽ കഴമ്പുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അതിൽ കഴമ്പില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവന് എന്ത് ജാമ്യം കിട്ടിയാൽ എന്ത് കിട്ടിയാലും ജയിക്കില്ല. BJP-കാരുടെ വോട്ട് തന്നെ അവന് കിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? ആള് സ്വതന്ത്രനായി നിൽക്കാമെന്നുണ്ടെങ്കിൽ ജയിക്കും. BJP-കാരെ പോലും ആൾക്ക് വോട്ട് ചെയ്യില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ ഈ ഇലക്ഷനിൽ കാണാം. തൃശ്ശൂർ എടുക്കും മറിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആരാണ് എടുക്കുക മറിക്കുക എന്നുള്ളത് കാണാതില്ല. സുരേഷ് ഗോപി നല്ല ആളാണ്. സുരേഷ് ഗോപി ഈ പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരാളാണല്ലോ. ആ നിലയ്ക്ക് എല്ലാവരും ജയിക്കുന്നുള്ള പ്രതീക്ഷയിനി. ഇതിന് വികസന പ്രവർത്തനങ്ങൾ മുൻകൈ എടുക്കാൻ ചാൻസ് ഉണ്ടോ? ഇപ്പോൾ വികസന കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നിൽക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ പല കാര്യങ്ങൾക്കും പൈസ കൊടുക്കലും മാർക്കറ്റ് വിവരിക്കാൻ വേണ്ടിയിട്ട് പൈസ എത്ര 1 കോടി രൂപ കൊടുക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആള് നല്ല ആളാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും ആളുകൊണ്ട്. ആള് ജയിക്കണെങ്കിൽ. അപ്പോൾ ചേട്ടൻ പറയാനുള്ളത്? സുരേഷ് ഗോപി ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ആൾക്ക് കോടതിയുടെ കാര്യത്തിൽ ആളെ ഒരു സമൂഹ പ്രവർത്തനമല്ലേ, അതുകൊണ്ട് ആളെ ഒരു തെറ്റ് ചെയ്യാത്ത വ്യക്തിയാണ്. ആളെത്ര കൊല്ലങ്ങളായി സിനിമയിൽ അഭിനയിക്കുന്നത്, അതുകൊണ്ട് ആളങ്ങനെ ചെയ്യുന്നതല്ല. അത് രാഷ്ട്രീയക്കാരുണ്ടാക്കണ മോശമായ രീതിയിലാണ് ആൾക്കാർ ഈ നിലപാട്. അതായത് ഓരോരുത്തർ കയറി പലരും പലതും പറയും. അതിലൊന്നും ഇഷ്ടമില്ല. ജനങ്ങൾക്കറിയാം നല്ല ആളും പൊട്ടാളും ആരാണെന്ന്. ഈ പ്രാവശ്യം കൂടെ അവൻ ജയിക്കുകയും ചെയ്യും. അത് വേറെ വിഷയമൊന്നുമില്ല. വേറെ വിഷയമില്ല, ഒന്നുമില്ല. പിന്നെ മറ്റുള്ളവരൊക്കെ കൂട്ടി ചേർന്നിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പേര് പിടിപ്പിക്കാൻ പാടില്ല എന്ന് തോന്നണില്ലേ? അതൊന്നും നടക്കുന്നില്ല ഈ പ്രാവശ്യം. എന്താ പിന്നെ ഞങ്ങളെ ആളുടെ കൂടെ ഇപ്പോൾ എല്ലാവരും. ചേട്ടാ, മാധ്യമപ്രവർത്തകരെ സ്പർശിച്ച വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അത് എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് കേസാവില്ല അത്. അല്ലെങ്കിൽ ജാമ്യം കിട്ടില്ലല്ലോ. അത് ശരിയല്ലേ? പിന്നെന്ന് പറഞ്ഞാൽ ആരോപണത്തിൽ കഴമ്പുണ്ടായിട്ട് തോന്നുന്നുണ്ടോ? അതെനിക്ക് തോന്നില്ല. കാരണം അയാൾ അത്ര കാരണമൊന്നല്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് നാട്ടിൽ കാണുന്ന മാതിരി ഒന്ന് മേല് തൊട്ടു, അതെത്ര വലിയ വർണ്ണനയൊന്നും ചെയ്യാനുള്ളതൊന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് സുരേഷ് ഗോപിനെ കുറ്റം പറയാനൊന്നും പറ്റുന്നില്ല. കാരണം ഒരു പെണ്ണിന് ദേഹത്ത് തൊട്ടു, അത് ഓപ്പണായിട്ട് തൊട്ടിട്ടുള്ളത്, ഒരു മറ വെച്ചിട്ടൊന്നല്ല. മറ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാം അത് ചെയ്ത് ശരിയല്ല എന്ന്. ഇത് ഓപ്പണായിട്ടാണ്. അതിൽ തെറ്റൊന്നും ഞാൻ കാണാനില്ല. ഇനിയിപ്പോൾ ആ പെൺകുട്ടിക്ക് വിരോധം തോന്നിയിട്ടുണ്ടാവും. അതിലിപ്പോൾ ഇത്ര ഉള്ള കാര്യം. ഇതിപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ വേണ്ട, നമ്മുടെ ഈ ബാംഗ്ലൂർ സിറ്റി വേണ്ട, തിരുവനന്തപുരത്ത് എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? വേണ്ട. ഈ മേൽപ്പാലത്ത്, ഞങ്ങളുടെ തൃശ്ശൂരത്തെ മേൽപ്പാലമുണ്ട് ഇവിടെ. നിങ്ങൾ വന്ന് ഈ പത്രക്കാരൊന്ന് വെറുതെ ഈ ക്യാമറ ആയിട്ട് കൊണ്ട് നടക്കുന്നു, വെറുതെ വീക്ഷിച്ചാൽ മതി. അവിടെ തൊടലും പിടിക്കലും ഒക്കെ ഉണ്ട്. അത് അവരുടെ സമ്മതത്തോടു കൂടി ആയിരിക്കാം. പക്ഷേ അതും ഇതും തമ്മിലൊന്നുമില്ല. ഞാൻ അത് പറയുമ്പോൾ പറഞ്ഞെന്ന് മാത്രം. ഞങ്ങളുടെ ഈ മേൽപ്പാലത്തിന് ഒരു പേര് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, ചുംബനപാത. ആ പേരിട്ടുള്ളതാണ്. അതിപ്പോൾ ഇനി കുറച്ച് കാലക്രമേണ ചുംബനപാത, തൃശ്ശൂരത്തെ ചുംബനപാത ഏതാണെന്ന് ചോദിച്ചാൽ ഇത് അറിയുള്ളൂ. അല്ലാണ്ട് മേൽപ്പാലത്തൊന്നും ഇനിയിപ്പോൾ വരില്ല, സാധ്യത കുറവാ. പിന്നെ ഞാൻ എന്നിട്ട് അറിയണ്ടേ പറഞ്ഞോ? സുരേഷ് ഗോപി തൃശ്ശൂർ ഇപ്രാവശ്യം ജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതാണ്. ഒന്ന്, അതൊരു വലിയൊരു ബോംബ് തൃശ്ശൂർ കൊടുന്നിട്ടിട്ട് ആകെ അവൻ്റെ കയ്യിൽ ആ ബോംബുള്ളൂ. ഇനി ബോംബൊന്നുമില്ല. അതാണ് ഇപ്പോൾ തൃശ്ശൂർ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഏറ്റവും വലിയ ബോംബാണ് ഇട്ട് പോയിട്ടുള്ളത്. ആൾ ഡൽഹിക്ക് പോയിട്ടുള്ളത്. ജയിച്ചു എന്ന് ഇവിടെ ആകെ പ്രഖ്യാപിച്ച മാതിരി. ജനങ്ങളല്ലേ
തിരഞ്ഞെടുക്കേണ്ടത് പുലികളൊക്കെയും കടുവകളൊക്കെ ഉള്ളിൽ കിടക്ക ഇറങ്ങാൻ പോകണല്ലോ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ. ഇതൊരു പുലി വന്നു എന്ന് ചോദിച്ചിട്ട് കടുവകളൊക്കെയും പേടിക്കണ, അത് പേടിക്കാൻ സാധ്യതയൊന്നുമില്ല. അത് വരുമ്പോൾ വരട്ടെ. ഏറ്റവും വലിയ ബോംബിട്ട് പോയിന്ന് മാത്രം. ജയിച്ചു ജയിച്ചാൽ കേന്ദ്രമന്ത്രി, അതൊക്കെ അഹങ്കാരം. അത് ഏത് വ്യക്തിയായാലും പറഞ്ഞില്ല എന്നുണ്ട്, അത് അഹങ്കാര. നമ്മൾ ജയിച്ചിട്ടില്ല, ഇലക്ഷന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പയ്ക്കും ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കും. എന്താ ഇവിടുത്തെ ജനങ്ങൾ വിഡ്ഢികളാണ് കേരളത്തിലത്തെ. അത്രേ ഉള്ളൂ.